സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ നമ്മുടെ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള ഗാന്ധിക്ക് 3 വെടിയുണ്ട കൊണ്ടുവന്നു. കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഗാന്ധിക്ക് 4 വെടിയുണ്ട കൊണ്ടുവന്നു. 1 വെടിയുണ്ട എടുത്ത് ഒളിപ്പിച്ചു വെച്ച് തന്നു. എന്നിട്ട് ആ വെടിയുണ്ടയായിരുന്നു യഥാർത്ഥ മരണകാരണം എന്നാണ് വാദം. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടൊരു അമിക്കസ് ക്യൂറിയെ വെച്ചിട്ടുണ്ട്. ഈ അമിക്കസ് ക്യൂറി നാളെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് ഈ 4ാമത്തെ വെടിയുണ്ടയായിരുന്നു യഥാർത്ഥ മരണകാരണമെന്നും അതിനകത്ത് നാഥുറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്റ്റെയും പ്രതികളായിരുന്നില്ല എന്നും ആ വെടിയുണ്ട ഒരു വാടക കൊലയാളിയാണ് അങ്ങോട്ട് വെച്ചത് എന്നും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്നായിരിക്കും. ആ രീതിയിൽ ചരിത്രത്തിൻ്റെ അപനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇക്കാലത്ത് എന്തായിരുന്നു ഗാന്ധി എന്നുള്ളത്, ആരായിരുന്നു ഗാന്ധി എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അത് കുറേ മൂല്യങ്ങളാണ്. നമുക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും സ്വായത്തമാക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തിയാണ്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാട്ടോ ഗാന്ധി എന്ന് പറയുന്നത്.